സ്നേഹ നിലാവേ സദതം നീ പൂവേ സന്തോഷ പൂക്കൾ വിടർന്ന കാവേ ഇൽമിതിൽ തീർത്തേ ഇശലുകൾ കോർത്തേ ഇതിഹാസമായി ഗേഹം ഈ മറിക. അത് നിങ്ങൾ കൊട്ടപ്പുറം സംവാദം ഞാനിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടപ്പുറം സംവാദത്തിൽ പങ്കെടുത്ത ആളാണ് CP ഉമർ സലാം സുല്ലമി, അതുപോലെ തന്നെ മിസ്റ്റർ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. ഇന്ന് എല്ലാവരും മുസ്ലിക്ക പോലെ നോട്ടത്തിൽ. ഇതൊക്കെ ഉസ്താദിന്റെ കറാമത്താണ്, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എടമുട്ടൻ സംവാദം ശ്രദ്ധിച്ചു നോക്ക്. സക്കരിയ സലായി ആണ് അപ്പുറത്ത്, പേരോട് ഉസ്താദ് ഇപ്പുറത്ത്, കൂടെ അലവി സത്താബി ഉസ്താദ് ഉണ്ട്. കൂട്ടത്തിൽ സക്കരിയ സലായി സാധാരണ പ്രസംഗത്തിൽ നടത്തുന്ന കട്ടുവായന അവിടെയും നടത്തി. പേരോട് ഉസ്താദ് കയ്യോടെ പിടികൂടി. മിനിയാന്ന് നമ്മൾ കോടമ്പുഴ പിടികൂടിയ പോലെ പിടികൂടി. എന്നിട്ട് ബാക്കി വായിക്കാൻ പറഞ്ഞു. സക്കരിയ സലായി പറഞ്ഞു ബാക്കി ഞാൻ വായിക്കൂല. പണ്ടൊരാൾ പറഞ്ഞു അല്ലല്ല എന്ന് ഖുർആനിലുണ്ട്. അതെവിടെ? ലാ ഇലാഹ എന്നുണ്ടല്ലോ, ഒരു ദൈവമില്ല. അത് മനസ്സിലായില്ല? അതില്ല ഇല്ലെന്നാണ് ഇപ്പുറത്തിന്റെ. അത് ഞാൻ പറയൂല, എനിക്ക് പറയേണ്ടത് പറയും. ഈ ഒരു നയമാണ് അന്നേ സക്കരിയ സലായി തീരുമാനിച്ചത്. നോക്കൂ നിങ്ങൾ ഇടമുട്ടൻ സംവാദം ഒരു മിനിറ്റ് കണ്ടോ നോക്കൂ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ല എന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ അപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും അതിന് എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും. ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച ഇപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചാൽ ഇരിക്കുകയെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും എന്റെ സമയമാണ്. നിങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. കളവ് പറയാനായി വഹാബി പേരോട് ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇവിടെ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമല്ലേ ഇത്? അല്ലേ സഹോദരന്മാരെ? അയാൾ ആ ജീവിതത്തിലെ അവസാനത്തെ വെല്ലുവിളിയാണ്. ഇന്നലെ ഇയാൾ കായക്കുടിക്കെതിരെ പ്രസംഗിച്ചപ്പോ പുളിക്കലിൽ നിന്നൊരു വെല്ലുവിളി എന്താണെന്നറിയോ? അഹ്സനി, ചിരി കൂടുന്നുണ്ട്, ഞങ്ങൾ ആഭ്യന്തര ഈ പ്രശ്നം ഒന്ന് തീരട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾക്ക് ഇബ്ലീസും കണക്കാണ് കേട്ടോ, അതെല്ലാരും ഞങ്ങൾക്കുണ്ടോ? ഞങ്ങളെ ആദർശത്തിനല്ലേ വരെ കൽപ്പിക്കുന്നുള്ളൂ. സഹോദരന്മാരെ, ഇപ്പൊ നിങ്ങൾ അവിടെ നിൽക്ക്, ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഇടപെടാം. ഞാൻ പറയട്ടെ, ഇനി നോക്കി. അപ്പൊ ഞങ്ങളെ മുശ്രിക്കാക്കിയതൊക്കെ ഈ ഒറ്റ ആദർശത്തിന്റെ പേരിലായിരുന്നു. എന്നിട്ട് ആയത്ത് ഇങ്ങനെ കുറെ ഓതി ഖുർആനിൽ, അതൊക്കെ പോലും തമ്മിൽ ഓതുകയാണ്. അതാ അതിന്റെ രസം. ശരിക്ക് കേൾക്കണം. മുജാഹിദിന് ചില പ്രത്യേക ആയത്തുകൾ LKG മുതൽ പഠിപ്പിച്ചു കൊടുത്തു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാഴ് കേട്ട ചെറുപ്പക്കാരെ, പുസ്തകം വായിച്ച ചെറുപ്പക്കാരെ, നിങ്ങൾ വായിച്ചില്ലേ? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ ഇൻ തദ്ഉഹും. എത്ര ആയത്തുകൾ! ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഇങ്ങനെ ഒരുപാട് ആയത്ത് മുജാഹിദുകൾ ഓതിയില്ലേ? ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ ആയത്ത് ഓതേണ്ടടുത്തല്ല വഹാബി ഓതിയത്. ഇന്ന് സക്കരിയ സലായിനെ കാണുമ്പോ AP അബ്ദുൽ ഖാദർ മൗലവി ഓതുകയാണ്.
സക്കരിയ നീ മുശ്രിക്കാണ്, കാരണം അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഇൻ തദ്ഊഹും. കണ്ടോ? അപ്പൊ സക്കരിയ ഇങ്ങോട്ട് പറയാണ്, എ.പി. അബ്ദുൽ ഖാദർ മൗലവി നിങ്ങളും മുശ്രിക്കാണ്, കാരണം അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഉൽ ഇന്നമാ അദൂ റബ്ബി. ആ ചിത്രമാണ് ഇനി കാണാൻ പോകുന്നത്. ശരിക്ക് കണ്ടോ? നമ്മളോട് ഓതിയിരുന്ന ആയത്തുകൾ അവര് പരസ്പരം ഓതാൻ തുടങ്ങി. പണ്ട് ഞങ്ങൾ ആലുവയിൽ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ബക്കറ്റി പിരിവ് നടക്കുന്നു. സുന്നികളായതുകൊണ്ട് എന്തായാലും നടക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ട് നല്ല സംഭാവന കൊടുക്കുക ഇൻഷാ അല്ലാഹ്. വഹാബിസത്തെ ഈ പുത്തൻവാദത്തെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടല്ലാതെ വേറൊരു വഴിയില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇത് സംഘടിപ്പിച്ച പ്രവർത്തകരെ നന്നായി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, കഴിവിന്റെ അത്രയും കൊടുത്തോളൂ. അല്ലാഹു ബർക്കത്ത് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കണം, ബാക്കിയെല്ലാം നടന്നോളൂ. ശ്രദ്ധ ഇവിടെ. ഞാൻ പറയുന്നത് ഈ ആയത്തുകൾ ഓതിയില്ലേ? പണ്ട് ഞങ്ങൾ ആലുവയിൽ വാദപ്രതിവാദത്തിന് ചെന്നപ്പോ മുജാഹിദുകൾ ഓതുന്ന എല്ലാ ആയത്തും ആദ്യം തന്നെ നമ്മളാണ്. എത്ര ആയത്ത ഓരോന്നും നമുക്കറിയാം. അപ്പൊ കായക്കൊടിക്കാരൻ ചോദിച്ചു, ഞങ്ങളായത്ത് നിങ്ങൾ എന്തിനാ ഓതിയത്? അപ്പൊ ചില വഹാബി മനസ്സിലാക്കുന്ന അവരായത്താണ്. സംഗതി എന്താണെന്നറിയോ? നിങ്ങൾ സങ്കല്പിച്ചോ, നമ്മളെ കോഴിക്കോട്ടങ്ങാടിയില് ഒരാള് പലരും ചോദിക്കുന്നതാണ്, ഉസ്താദെ എത്ര ആയത്ത് വരെ ഓതുന്നുണ്ട്? അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോഴിക്കോട്ടങ്ങാടിയിൽ ഒരാൾ ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്നു. എന്താ കുടിക്കുന്നത്? ചായ. അപ്പൊ വേറൊരു മൗലവി വന്നു, അയാൾ ഓതുകയാണ്. എന്താ മനുഷ്യ ഇത്? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ളുകുടി പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് എന്താ ഈ കുടി? ആരോട്? ചായ കുടിക്കുന്നവരോട്. കുടിക്കുന്ന ആൾക്ക് വെച്ചിട്ടില്ല, പക്ഷേ പ്രസംഗിച്ച മൗലവിക്ക് ചായ അറിഞ്ഞൂടാ, കള്ളു അറിഞ്ഞൂടാന്ന് പറഞ്ഞൂടാ. അതാ പ്രശ്നം. നമുക്കെതിരെ ഓതി ആയത്തില്ലേ ഇൻ തദ്ഊഹും, അതെവിടെ പറഞ്ഞു? ഏത് വിഷയത്തിൽ പറഞ്ഞു? അതറിയില്ല. നിങ്ങളൊരു വഹാബിനെ ഇപ്പൊ അതിന്റെ പേരില തെറ്റിയത്. എന്താ പ്രാർത്ഥന എന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. ചെറിയ മുണ്ടൊക്കെ എഴുതി എവിടെയോ എത്തിയിട്ടുണ്ട്. എന്താ പ്രാർത്ഥന? തത്തമ്മേ പൂച്ചെന്നറിയില്ലേ? ഈ പറഞ്ഞ പോലെ പൂച്ച പറയാനല്ലാതെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം ഇവർ പറഞ്ഞു. പക്ഷെ എന്താ പ്രാർത്ഥന എന്ന് പഠിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു വഹാബിനെ വിളിച്ച് ചോദിച്ചു നോക്കി, എന്താ പ്രാർത്ഥന? അപ്പൊ പറയും പ്രാർത്ഥിക്കന്നെ ഉസ്താദേ. പറ്റൂല. എന്താണ് അതിന്റെ നിർവചനം എന്ന് പറ. എന്താണ് നിർവചനം? എന്താ നിർവചനം? അങ്ങനെ ഒറ്റ വഹാബിക്ക് പറഞ്ഞൂടാ. ഞങ്ങൾ മുജാഹിദിന്റെ പുസ്തകം എടുക്ക്, അതിൽ കാണാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. മനസ്സിലായോ? മനുഷ്യന്മാർക്ക് കഴിയാത്ത ഒരു കാര്യം വേറെ ആളോട് ചോദിച്ചാൽ അതാണ് പ്രാർത്ഥന. അത് അള്ളാഹിനോടേ ചോദിക്കാവൂ. അതാണ് ഇൻ തദ്ഊഹും. അതാണ് ലാ തദ്ഊ മഅല്ലാഹി അഹദാ. മനുഷ്യന്മാരെ കയ്യിൽപ്പെട്ട കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഒരു ഗ്ലാസ് എടുക്ക്, ഒരു ചായ എടുക്ക്, അത് നമുക്ക് കഴിയുന്ന കാര്യമാണ്. കഴിയാത്ത കാര്യം വേറൊരാളോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. സ്വന്തം ഉണ്ടാക്കിയതാ. ഇതല്ലേ ഇവരെ ബുക്കിലുള്ളത്. ഇപ്പൊ സക്കരിയ സലായിക്ക് തോന്നിയത് തെറ്റാണ്. നേതാക്കളെ മുഴുവൻ തിരുത്തിയ അയാൾ കൊണ്ടുപോവാ സക്കരിയ സലായിയെ. അടിസ്ഥാനപരമാണ് ഇത്. കേട്ടോളൂ നിങ്ങൾ. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് ഇത്ര കാലം നിങ്ങൾ പഠിപ്പിച്ചില്ലേ? ഇപ്പൊ സക്കരിയ സലായി പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു മരം വലിക്കണം. ആനയോട് സഹായം തേടിയാൽ ശിർക്കാണോ സുല്ലബി? തൗഹീദ് പൊളിയല്ലേ? സക്കരിയ ചിന്തിക്കാണ്. ഉമർ മൗലവി, ഇ കെ മൗലവി, പി കെ മൂസ മൗലവി, അമാനി മൗലവി ഒക്കെ മുസ്ലിക്കായി പാക്കണം. കേട്ടോ? സക്കരിയനെ വിളിച്ചത് നമ്മൾ ഇടപെടുന്നില്ല. വരൂ സക്കരിയ സലായി. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം. മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു. അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SI ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മൈക്കകളുണ്ട് കുറെ. നിങ്ങളെ ബുക്കിലും അതന്നെ ഉള്ളത്. മടപൂരികൾ മാത്രല്ല, നിങ്ങളെ ബുക്കിലും തന്നെ. പിന്നെന്താണോ ഈ പ്രാർത്ഥന?
അപ്പൊ മൂപ്പര് മൂപ്പര് യോഗം കൂടിയിട്ട് ഭൂരിപക്ഷം അനുസരിച്ചാണല്ലോ ശിർക്കും തൗഹീദും തീരുമാനിക്കാം. ആ മൂപ്പരെന്ത് ചെയ്തു? ആ മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കുക എന്നിടത്ത് മനുഷ്യൻ എന്നുള്ളതാണ് പെട്ടി. എന്നിട്ട് മൂപ്പരെന്ത് ചെയ്തു? സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കാൻ. അപ്പൊ പിന്നെ ജിന്ന് സൃഷ്ടിയാണ്, മലക്ക് സൃഷ്ടിയാണ്, അവരോട് ചോദിക്കാം. അതിന്റെ അപ്പുറം വരുമ്പോഴേ എന്താവുള്ളൂ? ശിർക്ക് വരുള്ളൂ. പുരോഹിതന്മാര് മതമുണ്ടാക്കുന്നു. അതൊന്നുമല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്താണെന്ന് ഇന്നലെ ഞങ്ങൾ കോടമ്പുഴയിൽ വെച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമാം റാസി അതാ പറയുന്നു, പ്രാർത്ഥന എന്ന് ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരടിമ അവന്റെ ദൈവത്തോട് നടത്തുന്ന ചോദ്യം. അതിനാ ഇസ്ലാമിന്റെ ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയാം. ഒന്നുകൂടി പറയാം. ഞാൻ ഷെയ്ഖ് ജീലാനിയോട് ഒരു കാര്യം പറയുന്നു. എന്റെ മനസ്സിലുള്ള ലക്ഷ്യമെന്ത്? അതാ നോട്ടം. ഞാൻ കരഞ്ഞാണോ കരയാതെയാണോ അതൊന്നും നോക്കൂല. എന്റെ മനസ്സിൽ എന്താണ്? ഞാൻ പറയുന്ന ഷെയ്ഖ് ജീലാനി റബ്ബാണെന്നാണോ, ദൈവമാണെന്നാണോ, ദൈവത്തിന്റെ കഴിവുള്ള ആളെന്നാണോ? അത് പ്രാർത്ഥനയാണ്. പാടില്ലാതെ. അതാണ് ഖുർആൻ പറഞ്ഞത്. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്. ലാ തദ്ഉ മഅല്ലാഹി അഹദാ. അതാണ് ഖുർആൻ പറഞ്ഞത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. ഇതൊക്കെ അതാ റാസി ഇമാമിന്റെ തഫ്സീർ നോക്ക്. 3-ാം നൂറ്റാണ്ടുകാരനായ അബൂ സുലൈമാനുൽ ഖത്താബിയുടെ ശഗ്നുദ് ദുആ എന്ന ഗ്രന്ഥം മറിക്ക്. പ്രാർത്ഥന എന്താന്ന് തിരിയാതെ ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കിയതിന് ആരാണ് നിങ്ങൾക്ക് മാപ്പ് നൽകുക? ഇപ്പൊ തൗബന്റെ ഒരു കാലാവൻ സദസ്സിൽ നിന്ന് തൗബ അനസ്മൗലൊക്കെ പൊട്ടി കരഞ്ഞു. ഞാൻ വരുന്നുണ്ട്, രംഗിട്ടരാ സക്കരിയന്നിട്ട്. ആരും സക്കരിയ ഒന്ന് തൗബ ചെയ്യട്ടെ. എന്തിനായി തൗബ എന്നറിയോ? കള്ളു കുടിച്ചിനല്ല. അതൊക്കെ വ്യക്തിപരമായി ചിലപ്പോൾ സംഭവിക്കും. 25 കൊല്ലം പ്രസംഗിച്ചതിന്റെ ശേഷം തൗഹീദിൽ പേച്ചു എന്ന് പറഞ്ഞ് തൗബ ചെയ്യുന്ന സ്വലാഹി, ഈമാനുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അദൃശ്യ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന് കോഴിക്കോട്ടങ്ങാടിയിൽ പണ്ട് പ്രസംഗിച്ചില്ലേ മുജാഹിദ്? മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രം. കേട്ടോ സക്കരിയ സലാഹി എന്ന് പറയാണ്. ഞാൻ കുറെ കാലം അത് പ്രസംഗിച്ച് നടന്നിട്ടുണ്ട്. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. എങ്ങനെ ഇവന്റെ കൂടെ നിൽക്കുക? കേട്ടോളൂ, പറയട്ടെ. ഈ സലാം സുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. പുറത്ത് 2 എണ്ണം കൊടുക്കാൻ വേണ്ടി. ഇതൊരു ചില്ലറ വിഷയ. ഞാനിപ്പോ 25 കൊല്ലം പ്രസംഗിക്കും. പിന്നെ ഞാൻ പറയാ, ഞാനാ പറഞ്ഞൊക്കെ തെറ്റ്, അള്ളാഹ് പുറത്തു തരട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ 25 കൊല്ലത്തെ പ്രഭാഷണം കേട്ട് എത്ര ആള് മുജാഹിദായി? നിങ്ങൾ തിരുത്തുന്നതിന് മുമ്പ് ഖബറിലായി പലരും മരിച്ചുപോയി. അവരെ ഈമാൻ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തിരുത്തിയത് പോലെ അറിഞ്ഞോ? എന്താ ചെയ്യാ? കൈകെട്ടി മറുപടി പറയേണ്ടിവരില്ലേ റബ്ബിന്റെ മുന്നിൽ? ഇനിയിപ്പോ തിരുത്തി അറിഞ്ഞല്ലോ, നാളെ വേറെ വീണ്ടും തിരുത്തൂലേ? ഭൂരിപക്ഷം കൂടുന്നതിനനുസരിച്ച് തിരുത്തൂലേ? അപ്പൊ പിന്നെ നാളെ വീണ്ടും നോവേണ്ടി വരുമോ? നിങ്ങളെ കൂടെ എങ്ങനെ പോരും മക്കളെ? ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ ഇന്നും പറയുന്നത്. തൗഹീദിലോ ഞങ്ങളെ മസ്അലകളിലോ സുന്നത്ത് ജമാഅത്തിന് മാറേണ്ടി വന്നിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇത് മാറാത്ത പ്രസ്ഥാനമാ. കഴിഞ്ഞില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദുകൾ പണ്ട് ഓതിയ ആയത്ത് ഇന്ന് അവര് തമ്മിൽ ഓതുന്നു. കൊണ്ടുവാ സക്കരിയ സലാഹിനെ. ഇന്ന് അയാളെ ദിവസം. ശരിക്കും ശ്രദ്ധിച്ചോ? മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ വഹാബികൾ വന്ന് പ്രസംഗിച്ചത്? മമ്പുറത്തങ്ങൾ രോഗം മാറ്റി എന്ന് പറഞ്ഞു. ഒരു സുന്നീന്ന് വിചാരിച്ചോ? നമ്മളൊരു കാരണവർ പറഞ്ഞു മമ്പുറത്തങ്ങൾ രോഗം മാറ്റി. പടച്ചോനെ, വഹാബി ഇങ്ങോട്ട് വരൂലേ? എടാ, ശിർക്കാണത്. രോഗം തരുന്നവനും മാറ്റുന്നവനും അല്ലാഹുവാണ്. മുശ്രിക്കായി പറയൂലേ? മുഹയ്യദ്ദീൻ ശൈഖ് വെള്ളം തന്നു. വെള്ളം തരുന്നത് അല്ലാഹുവാണ്. അല്ലാഹു അല്ലാത്തവൻ വെള്ളം തന്നു എന്ന് പറഞ്ഞാൽ കാഫിറാണ്. എത്ര പ്രസംഗം നടത്തി. നമ്മൾ അന്നേ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഞങ്ങളെ വിശ്വാസം അതാണ്, എല്ലാം അല്ലാഹുവാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം. ഞങ്ങൾ ഡോക്ടറെ സമീപിക്കുമ്പോഴും ഞങ്ങളെ മനസ്സിലുള്ളത് ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയില്ല എന്നാണ്.
മാറ്റുന്നവൻ അല്ലാഹുവാണ്. ഡോക്ടറും മരുന്നും കാരണമാണ്. വിശക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ ഞങ്ങളെ വിശ്വാസം ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്, ഭക്ഷണം കാരണമാണ്. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട്. നിങ്ങൾ എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ കാരണം ഇതെല്ലാം അങ്ങനെ തന്നെ. മമ്പുറന്തങ്ങൾ രോഗം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു രോഗം മാറ്റിയത് അല്ലാഹുവാണ്, മമ്പുറന്തങ്ങൾ കാരണമാണ്, മാറ്റിയത് അല്ലാഹുവാണ്. മുഹയ്യദ്ദീൻ ശൈഖ് മഴ തന്നു എന്ന് പറഞ്ഞാൽ മുഹയ്യദ്ദീൻ ശൈഖിന്റെ കുത്തുബിയത്ത് ചൊല്ലിയപ്പോഴാ മഴ കിട്ടിയത്. മഴ തന്നത് അല്ലാഹുവാണ്, കാരണം കുത്തുബിയത്താണ്. ഒരു വസ്തുവിനെ അതിന്റെ കാരണത്തിലേക്ക് ചേർത്ത് പറഞ്ഞാൽ ശിർക്ക് വരൂല. അപ്പൊ വരും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ശിർക്ക് തന്നെയാണ് എന്നാ പറഞ്ഞത്. ഇപ്പൊ ജിന്ന് വന്നപ്പോഴല്ലേ സംഗതി മനസ്സിലായത്? ജിന്നുകൾക്ക് അഭിവാദ്യങ്ങൾ. ജിന്ന് വന്നു. ജിന്ന് വന്നപ്പോൾ സക്കരിയ സലായിന്റെ പ്രസംഗം ജിന്നുകൾ രോഗമുണ്ടാക്കും. അപ്പൊ സലാം സുല്ലമി രംഗത്തെത്തി. അല്ല സക്കരിയ, 6 കൊല്ലം പഠിപ്പിച്ചിട്ട് ഇതാ പറഞ്ഞത് ജിന്ന് രോഗം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ശിർക്കല്ലേ? രോഗമുണ്ടാക്കുന്നവൻ അല്ലയല്ലേ? കൊടുത്തു മറുപടി ഉസ്താദിന്. കേട്ടോളൂ, കൊടുത്തു. സക്കരിയ സലായി പറഞ്ഞു, സുല്ലമി തൗഹീദ് ഒന്ന് പഠിക്കണം. കേട്ടോളൂ. ഇയാൾ നല്ല ചോദ്യ. ചിക്കൻ ഗുനിയ ഉണ്ടാകുന്നതിൽ പൊതുഗുരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ മുശ്രിക്കാകോ സുല്ലമി? കേട്ടോളൂ. സക്കരിയ സലായി പറഞ്ഞു പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിങ്ങള് രോഗം ഉണ്ടാക്കണ അല്ലല്ലേ. എന്നിട്ട് ഇയാൾ പറയണേ വൈറസ് ബാക്ടീരിയ അതൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ജിന്നിന്റെ അർത്ഥം എന്താ? ബാക്ടീരിയ. അപ്പൊ ജിന്നിന് പങ്കുണ്ട് പറഞ്ഞാൽ ശിർക്ക്. അതിന്റെ മലയാളം പറഞ്ഞ് ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാലോ ജിന്ന് സമം ബാക്ടീരിയ അല്ലേ ഇയാൾക്ക്. അപ്പൊ തൗഹീദ്. പൊട്ട പോയത്തക്കാരെ വലിയ തെളിവായിട്ട് നടക്കുക. രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ പറഞ്ഞാൽ ശിർക്കാവോ? ആവോ? ഈ ഡോക്ടർ എനിക്ക് രോഗം ഉണ്ടാക്കി, എന്താ അയാൾ മരുന്ന് മാറി കുത്തിവെച്ചു, അത് ശിർക്കാവോ? ഇല്ല. ചിക്കൻ കുനിയൽ കൊതുകിന് പങ്കുണ്ട്. കണ്ടോ രോഗമൊക്കെ അല്ലല്ലേ ഉണ്ടാക്കണ, ഇപ്പൊ കൊതു ഉണ്ടാക്കണെന്നല്ലേ പറയണ്. കൊതുവിനെ പങ്ക് ചേർക്കണ് കണ്ടോ. അപ്പൊ കൊതു അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ് ഇതൊന്നും പറഞ്ഞാൽ ശിർക്കാവൂല. ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്കാവും. സുല്ലമി മനസ്സിലാക്കിക്കോ, അതും ശിർക്കാവൂല. എന്താ? അതും അല്ല നിശ്ചയിച്ചൊരു കാരണമാണ്. വൈറസ് മുഖേനയും ബാക്ടീരിയ മുഖേനയും രോഗം ഉണ്ടാകും. അതിപ്പോ 5%, 95% ആളുകൾ അതിനെ കാണുന്നുണ്ടോ? ചെറിയ ലബോറട്ടറിയിലോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരെ മറ്റോ കണ്ടിട്ടുണ്ടാവും സൂക്ഷ്മദർശിനിയിൽ, അല്ലേ? അപ്പൊ ആ സൂക്ഷ്മജീവികൾ രോഗമുണ്ടാക്കുന്നത് പോലെ ജിന്നും രോഗം ഉണ്ടാക്കും. ഇയാള് പറയണതോ ജിന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവിയാണ്. അപ്പൊ ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്ക്. അതിന് ഇയാൾ പറയണ പരിഭാഷയായ മൈക്രോബുകൾ എന്ന് പറഞ്ഞ സൂക്ഷ്മജീവികൾ രോഗം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ തൗഹീദും. ഈ പൊട്ടപ്പോയത്തം മുണിങ്ങി നടന്നിട്ട് ഞങ്ങൾ തൗഹീദിൽ പേച്ചുകൊണ്ട് ആയത്തോടാണ് നിങ്ങളോളെ വിളിച്ചാ നിങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കൂലട്ടോ. കേൾക്കൂല എന്ന് പറഞ്ഞ മിനൽ മലായിക്കത്തി വൽ ജിന്നി വൽ ഇൻസി. എന്താ ഇതിന്റെ പൊലിപ്പ്. ഖുറാബികളോട് ഓതുന്ന ആയത്തപ്പോ ഞങ്ങളോട് ഓതുക. ഒന്ന് നിങ്ങൾ ഓതി, കുറെ കാലം ഇങ്ങോട്ട് ഓതിയല്ലോ. ഞങ്ങളോട് ഓതിയ ആയത്ത് നിങ്ങൾ ഓതാൻ തുടങ്ങി. ഇത് ആരെ കറാമത്താ? ഇത് ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരെ കറാമത്താ. പതി ഉസ്താദിന്റെ കറാമത്താണ്. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ കറാമത്താണ്. മനസ്സിലായോ? അന്ന് അവർക്കെതിരെ ഞങ്ങളെ ആലിമീങ്ങളെ മുശ്രിക്കാക്കാൻ നിങ്ങൾ ഓതിയ ആയത്ത് നിങ്ങൾ പരസ്പരം ഓതുന്ന കാലമെത്തി. എത്ര സ്ഥലത്ത് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതി നിങ്ങൾക്കറിയോ? എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലുമൊക്കെ നമ്മൾ വ്യവസ്ഥ എഴുതി. വ്യവസ്ഥ എഴുതിയപ്പോ അന്ന് സക്കരിയ സലാഹിനെ പുറത്താക്കിയിട്ടില്ല. കായക്കൊടിക്കാരനാ വന്നത്. നമ്മൾ ചോദിച്ചു എന്തിനാ മൗലവി പോന്നത്? വാദപ്രതിവാദത്തിന് എന്താ വിഷയം? നിങ്ങൾ മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു. അത് കാണാത്ത അദൃശ്യ ശക്തിയോടുള്ള സഹായനേട്ടമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങൾ മുഹയ്യദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നു, ശരി, പക്ഷേ നിങ്ങൾ ജിന്നുകളോടും പിന്നെ നമ്മളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ചോദ്യല്ലേ അത്? മടപുരികളോട് ഇങ്ങനെ മടപുരികൾ ഇങ്ങനെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ജിന്ന് വരില്ലായിരുന്നു ഒരാളായിരുന്നതാ. അതാ വരുന്നു ജിന്നിന്റെ പട്ടിക. മൗലവി ഉത്തരം മുട്ടേ പറഞ്ഞ് വിഷയം മാറിയിട്ടുണ്ട്. എവിടെ മാറുന്നു? വിഷയം മാറിയിട്ടില്ല. മട്ടാഞ്ചേരിയിലും ഇവിടൊക്കെ ഞങ്ങൾ പറഞ്ഞ വിഷയം ഒന്നാ. മട്ടാഞ്ചേരിയിൽ ഞങ്ങൾ കായക്കൊടിയോട് ചോദിച്ചു,
ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്നല്ലേ നിങ്ങളെ വാദം. അപ്പൊ നിങ്ങളെ നേതാക്കളായ ശൈത്താന്മാരോട് ചോദിക്കുന്നു, ഞങ്ങളെ നേതാക്കളായ ഔലിയാക്കളോടും സംഗതി രണ്ടും കാണുന്നില്ല, എന്തിന് നമ്മൾ തമ്മിൽ പ്രശ്നമാക്കണം? എത്ര സ്ഥലത്ത് നമ്മൾ ചോദിച്ചു ഇല്ലേ? ഒന്ന് കാണിച്ചു കൊടുക്ക്. അന്ന് മടവൂരികൾ കോടമ്പുഴയിൽ ഇന്നലെ വാദപ്രതിവാദത്തിന് സദസ്സിലിരുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടെങ്കിൽ ചിന്തിച്ചോ? ഇത് അലിമാലരി ഇന്നലെ കോടമ്പുഴ വാദപ്രതിവാദത്തിന് ഇയാളുണ്ട്. ഇയാള് ഔദ്യോഗിക വിഭാഗത്തിനെതിരെ പ്രസംഗിക്കുന്നു, നമുക്കെതിരിലല്ല. നമ്മൾ മട്ടാഞ്ചേരിയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ CD ഇയാൾ ഇടുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അല്ല കായക്കൊടിക്കാരാ, ജിന്നിനെ കുറിച്ച് ചോദിച്ചപ്പോ, സിഹറിനെ കുറിച്ച് ചോദിച്ചപ്പോ ഉത്തരം പറയാതെ മിണ്ടാതെ പോയ നിങ്ങൾക്കിനി തൗഹീദ് പറയാൻ അധികാരമില്ലാന്ന് കായക്കൊടിയോട് പറഞ്ഞു ഇയാൾ. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്കും പറയാൻ ധൈര്യമുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, രണ്ട് മുജാഹിദുകളോടും തൗഹീദ് എന്ന അക്ഷരം, തൗഹീദ് എന്ന ലഫ്ള് പറയാൻ ഇനി ഒരൊറ്റ മുജാഹിദിനും കേരളത്തിൽ അധികാരമില്ല. കേട്ടോളൂ അലിമദനി പറയുന്നത്, പറയട്ടെ. സുന്നികൾ പറഞ്ഞറിഞ്ഞിരുന്നത് അവർ പോലും ഒഴിവാക്കിയത് കൊണ്ടുവരുന്നു. ഇവർ ആരാ കൊണ്ടുവരുന്നത്? അബ്ദുറഹ്മാൻ സലഫിയുടെ കൂടെയുള്ള ആളുകളാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ ടീമിനെ നിലക്കു നിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ സുന്നികൾ ഇന്ന് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോൾ, ഞങ്ങൾ മമ്പറന്തങ്ങളോട് സഹായം തേടുമ്പോൾ അത് ശിർക്കാണെന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ലാന്ന് ഹനീഫ കായക്കൊടിനെ ഇരുത്തിയിട്ടാണ് അഹ്സനിമാർ പറഞ്ഞത്. പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ തൗഹീദില്ല. തൗഹീദിന് വിരുദ്ധമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. കേട്ടോക്കി നിങ്ങൾ. ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വ്യക്തമായി പറയുന്നത്, ഇല്ല ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞതോട് നിങ്ങളുടെ പഴയകാല തൗഹീദിൽ നിന്നുള്ള പിന്മാറ്റം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയകാല നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ, ഉമർ മൗലവി അടക്കമുള്ള നേതാക്കൾ അവരിവിടെ പഠിപ്പിച്ചു വെച്ചത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള തേട്ടം, ജിന്നുകളോടുള്ള തേട്ടം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പച്ച മലയാളത്തിൽ എഴുതി വെച്ചതല്ലേ. ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല. ഞാൻ ഇത്ര സമയം ജിന്നും മലക്കും പരാമർശിച്ചിട്ട് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല, ഇനി കഴിയുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഇല്ല. ഞങ്ങൾ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുമ്പോ, മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടുമ്പോ, റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോ, മമ്പറത്തങ്ങളോട് സഹായം തേടുമ്പോ നിങ്ങൾക്ക് അത് ശിർക്കാന്ന് പറയാനുള്ള അധികാരമല്ല. കാരണം എന്താ? നിങ്ങൾ ജിന്നിനോടും ഇഫ്രീത്തിനോടും ശൈത്താനോടും ശിർക്കല്ല, അത് ശിർക്കല്ല നിങ്ങൾ പറഞ്ഞതോടുകൂടി കഴിഞ്ഞു നിങ്ങളുടെ ധാർമ്മികപരമായ അവകാശം. അതുകൊണ്ട് ഈ പിഴച്ച തൗഹീദ് എന്താണെന്ന് നിങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. കേട്ടല്ലോ, ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ല. ആർക്കില്ല? ആർക്കില്ല? ഒന്നുകൂടി കൂട്ടട്ടെ, ഞങ്ങൾ ടിപിക്കും എപ്പിക്കൂല്ല. തൗഹീദ് പറയാനുള്ള ധാർമ്മികമായ അവകാശം ഏതുവരെ? സക്കരിയനും ടീമിനും പുറത്താക്കാത്തടത്തോളം കാലം. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ ശബ്ദിച്ചത്. ഇവരത് ഏറ്റെടുത്തു. ഇന്നലെ നമ്മൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്കും അധികാരമല്ല. അപ്പൊ ഇങ്ങനെ മേപ്പെട്ട് നോക്കി, ഞങ്ങൾക്കും ഇല്ലേ? നിങ്ങൾക്കും ഇല്ല. ബുക്ക് ഞങ്ങൾ എടുത്തു. പ്രാർത്ഥനാ തൗഹീദ്. ഇത് മടവൂർ വിഭാഗത്തിന്റെ നേതാവ് ഷബാബിന്റെ ചീഫ് എഡിറ്റർ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകം. ഇത് ഇയാൾ പറയുന്നു, ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല, അത് പ്രാർത്ഥനയല്ല. ഈ ബുക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, കരിമ്പിലാക്കൽ മൗലവി, ലത്തീഫ് മൗലവി, പറയൂ, നിങ്ങളെ നേതാവല്ലേ പറയുന്നത് ജിന്നുകളോട് സഹായം തേടിയാൽ ശിർക്കല്ല? അപ്പൊ നിങ്ങൾ ജിന്നുകളോട്, ഞങ്ങൾ ഔലിയാക്കളോട് നിങ്ങൾക്കും അധികാരമില്ല. പടച്ചോനെ നെടുവീർപ്പിട്ട് ഇങ്ങനെ ഇരിക്കുക. പടച്ചോനെ ഇനി ഞങ്ങൾ എന്താ പ്രസംഗിക്കുക? ഒരു തൈ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അത് അവിടെ ഇരിക്കട്ടെ, ഞാൻ കാണിച്ചു. നെക്സ്റ്റ് എടുക്ക്. ശ്രദ്ധിച്ചോ? അങ്ങനെ എന്താ ഇപ്പൊ എത്ര ഗ്രൂപ്പായി? ചേങ്ങന്നൂരൊന്നും അങ്ങനെ പോയി, മങ്കട മൗലവി ഇങ്ങനെയും പോയി, പിന്നെ മടവൂർ മൗലവി അങ്ങനെയും പോയി, പിന്നെ AP അബ്ദുൽ ഖാദർ മൗലവിന്റെ ടീം ഇങ്ങനെയും പോയി. AP അബ്ദുൽ ഖാദർ മൗലവിന്റെ ടീമിലാണ് ആദ്യം ആഭ്യന്തര കലഹം നടന്നത്. അതായത് സക്കരിയ സലായി, ജബ്ബാർ മൗലവി എല്ലാം ഉൾക്കൊള്ളുന്ന സാധനമുള്ള AP അബ്ദുൽ ഖാദർ മൗലവിന്റെ ഗ്രൂപ്പ്, APDP നേതാവ്. അപ്പൊ സക്കരിയ ടീം ജിന്ന് വാദികളാണ്, ജിന്നൂരികൾ. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറയാം.
ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല എന്നുള്ള വാദക്കാരാ. അതുകൊണ്ട് തന്നെ ആ വാദം ഉയർത്തിപ്പിടിച്ച് പല സ്ഥലങ്ങളിൽ നമ്മൾ ചോദിച്ചു, സക്കരിയ സലാഹിനെ പുറത്താക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് തൗഹീദ് പറയാൻ അധികാരമില്ല. അങ്ങനെ ഇവർക്കിടയിൽ ചർച്ച ഉരുണ്ടുകൂടി. പ്രത്യേകിച്ച് ഒരു ഹദീസിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ചർച്ച നടന്നത്. ഏതാ ഹദീസ് എന്നറിയോ? യാ ഇബാദല്ലാഹി അഈനൂനി. അതേ ബഹുമാനപ്പെട്ട ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് പറയും. ഈ ഹദീസ് നിങ്ങൾക്കൊന്ന് കേൾക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഹദീസാണിത്. അതേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി പറയുകയാണ്. എന്താ പറഞ്ഞത്? ഒരുപാടുണ്ട്. ഇന്ന ലില്ലാഹി മലായിക ഫിൽ അർദി സിബൽ ഹഫള. അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, അവർ ഓരോ കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫൈദാ അസ്വാബ അഹദുക്കും, നിങ്ങളിൽ നിന്നുള്ള ഒരാള് വല്ല വശമവും എത്തിച്ചാൽ, വഴിമധ്യേ വല്ല വശമവും നിങ്ങൾക്കുണ്ടായാൽ, ഫൽയുനാദി, അവൻ വിളിച്ചുകൊള്ളട്ടെ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് പറയണം. ഇത് പഠിപ്പിച്ചത് ത്വാഹ റസൂലുള്ളാഹി. ഒന്നുകൂടി ഞാൻ പറയാം. വിജനമായ ഒരു മരുഭൂമി. ഇന്ന് വഹാബിക്ക് വിജനം എന്ന് കേൾക്കുന്നതിന് പേടിയാ. വിജനം കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ വിജനം അടിച്ചു നോക്ക്, മുഴുവൻ വഹാബിന് വരും. അങ്ങനെ ഒരു കാലമായി പോയി. വിജനപ്രദേശം മൂവാറ്റുപുഴ ചോദ്യം റെഡിയാണ്. വിജനപ്രദേശം അവിടെ നമ്മൾ പണ്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ മക്കയിലും മദീനത്തും ഒക്കെ പോയാൽ കാണാലോ വിജനമായ മരുഭൂമി. അന്ന് കാറും ബസ്സൊന്നുമില്ല, ഒട്ടകാണ് വാഹനം. ആ ഒട്ടകത്തിന്റെ മേലെങ്ങനെ പോയി കുറേ നിരന്ന മരുഭൂമിയല്ലേ, പെട്ടെന്ന് വാഹനം കാണാനില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്, വിളിച്ചോളൂ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചോ. എന്താ അതിന്റെ അർത്ഥം? അള്ളാന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണം. അങ്ങനെ വിളിച്ചാൽ സഹായം കിട്ടും. ഫഇന്ന ലില്ലാഹി ഇബാദല്ലാ നറാഹും, നമ്മൾ കാണാത്ത കുറെ അടിമകൾ അള്ളാഹ്ക്കുണ്ട്, അവര് നിങ്ങളെ സഹായിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നിവര് പറയാണ് ഹദീസ് ദഈഫാണ്, അതിലെല്ലാരും ഒറ്റക്കെട്ടാണല്ലോ. ഞങ്ങൾ ഇന്നലെ കോടമ്പുഴയിൽ വെച്ച് പറഞ്ഞില്ലേ ആ ഹദീസ് സ്വഹീഹാണ്. ഒറ്റ മൗലിക്കും മുന്നിൽ കിട്ടിയപ്പോ ഒന്നും മുണ്ടാട്ടില്ല. സ്വഹീഹാണ് ഹദീസ്. ഇവിടെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഹദീസ് ദഈഫാണെന്ന് സമർത്ഥിക്കാൻ കോഴിക്കോട്ടങ്ങാടി എന്നല്ല, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മൗലവി ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ. എന്തെങ്കിലും പറയലാണോ? അപ്പൊ വിജനപ്രദേശം കേൾക്കുന്ന പേടിയാണ്. അപ്പൊ ഈ ഹദീസിനെ കുറിച്ചാട്ടോ ചർച്ച. അപ്പോഴാ സക്കരിയ സലാഹി പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ ഭൂരിപക്ഷം നോക്കി ശിർക്കാക്കി, അത് ഈ ഹദീസിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഇവർക്കിടയിൽ ഒരു ചർച്ച വിജനമായ ഒരു സ്ഥലത്ത് പെട്ടുപോയി. അപ്പൊ യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ ഓ മുശ്രിക്കാണോ അല്ലേ? അതാണ് ആദ്യത്തെ ചർച്ച. എങ്ങനെ? ഓൻ കാഫിറാണോ അല്ലേ? അപ്പൊ എ.പി. അബ്ദുൽ ഖാദിർ മൗലവി പറയുന്ന കാഫിറാണ് എന്നാ. സക്കരിയ സലാഹി പറഞ്ഞു കാഫിറല്ല, റസൂലുള്ളാഹി പറഞ്ഞതല്ലേ വിളിക്കാൻ. ദഈഫാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ശിർക്ക് ദഈഫിലുണ്ടാവോ? ഇങ്ങനെ ഇവര് തർക്കം നടക്കുമ്പോഴാണ് പരസ്യമായിട്ടാണ് മുശ്രിക്ക് ആക്കിയിട്ടില്ല. അപ്പോഴാണ് നമുക്കൊരു അവസരം വീണ് കിട്ടിയത് മൂവാറ്റുപുഴയിൽ. എടുക്കുമോനെ, മൂവാറ്റുപുഴ സംവാദം നടന്നു. ഞങ്ങളിങ്ങനെ ഒറ്റ നോട്ടം നോക്കി ആരൊക്കെ വന്നുള്ളത്. നോക്കുമ്പോ ജബ്ബാർ മൗലവിനെ കാണാനില്ല. അയാൾ എല്ലാ സംവാദത്തിലും ഉണ്ടാകാറുണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാ സംവാദത്തിലുള്ള ജബ്ബാർ മൗലവി ഔട്ട്, പലരും വന്നിട്ടില്ല. അപ്പൊ സക്കരിയ അനുകൂലികളൊന്നും വന്നിട്ടില്ല. പിന്നെ വന്നത് അനീഫ് കായക്കൊടി. നമ്മളെ അവസരം മുതലാക്കി ഒന്നാമത്തെ ചോദ്യം മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിൽ നമ്മൾ ചോദിച്ചു, അല്ല മൗലവിമാരെ, വിജനപ്രദേശത്ത് വെച്ച് വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? രണ്ടാമത് പറയണല്ലോ. ആ ചോദ്യം നിങ്ങളൊന്ന് കേട്ടോ, എന്നിട്ട് നമുക്ക് വിഷയത്തിൽ ഇത് ഈ ഹദീസാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. വരട്ടെ ചോദ്യം. വിജനമായ ഒരു സ്ഥലത്ത്, വിജനപ്രദേശത്ത് വെച്ച് പ്രയാസത്തിലകപ്പെട്ട ഒരാൾ, അവിടെ ഉണ്ടാകാനിടയുള്ള ജിന്ന്, മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് കരുതി യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ, എന്ന് തേടിയാൽ അത് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ? അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ അല്ലേ? അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം.
ഒന്നാമത്തെ ചോദ്യം മനസ്സിലായല്ലോ. വിജനപ്രദേശത്ത് നിന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ബേജാറ് തുടങ്ങിയിട്ടുണ്ടോ? വിജനപ്രദേശത്ത് അകപ്പെട്ടു പോയ ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന് വിളിച്ചാൽ അത് ശിർക്കാണോ? അതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. ഈ ഹദീസ് പഠിച്ചു ഇമാം നബവി, വഴിയറിയാതെ ഒരു സ്ഥലത്ത് പെട്ടു, വിളിച്ചു നബവി ഇമാമ്, ഇമാം തൊബറാനി വിളിച്ചു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും വിളിച്ചു, ഇമാമിങ്ങളൊക്കെ വിളിച്ചു. ശിർക്കാന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് മുശ്രിക്കാവും. അതാ നമ്മളെ ചോദ്യം, ശിർക്കാണോ? ഹദീസ് ചെയ്യാന്നല്ല ചോദ്യം, ശിർക്കാണോ? ലബ്ബ പറഞ്ഞില്ലപ്പോ, ലബ്ബാദാരിമി മൂവാറ്റുപുഴ സംവാദത്തിന്റെ വിഷയാവതരിപ്പിച്ച ലബ്ബാദാരിമി എന്താ പറഞ്ഞറിയോ? സംവാദത്തിന്റെ നേരെ മുമ്പത്തെ ദിവസം കായക്കൊടി എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു, കായക്കൊടി ശ്രദ്ധിക്കണം, നാളെ ചോദ്യം ഇത് വരാൻ സാധ്യതയുണ്ട്. ആ ചോദ്യം വന്നാൽ ശിർക്കാന്ന് പറയരുതിട്ടോ. അപ്പൊ ഇവിടെ എത്തിയപ്പോൾ ആ മുഴുവൻ ശിർക്കായി അല്ലേ? ഈ ചോദ്യമാണ് ഇന്ന് മുജാഹിദിനെ, ഏത് മുജാഹിദിനെ കണ്ടാലും നിങ്ങൾ ചോദിച്ചോ, യാ ഇബാദല്ലാഹ് വിളിക്കുന്നത് ശിർക്കാണോ? ശിർക്കല്ലേ? ഓ എന്നിട്ട് കറങ്ങും. അതാ ബാരിശ്ശേരിനോട് ഞാൻ പണ്ടൊരിക്കൽ ചോദിച്ചു സംഭവത്തിന് മുമ്പ്. അയാൾ പറഞ്ഞു, മക്കളെ ഇത് അനാവശ്യ ചോദ്യമാണ്, അനാവശ്യ ചോദ്യം ചോദിക്കാൻ പാടില്ല. അതൊന്ന് കേട്ടോളൂ. ആദ്യം കായക്കൊടിന് മറുപടി വരുന്നതിന് ബാരിശ്ശേരി ഇടപെടുന്നത് നല്ലതാണ്. അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക, അള്ളാന്റെ റസൂലിനെ ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കുകയും അല്ലേ? ഖുർആനിലെ 59-ാം അധ്യായം 7-ാമത്തെ വചന, ഖുർആനിലെ 49-ാം അധ്യായം 1-ാമത്തെ വചന. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോഴത്തെ ഒരു കാലത്ത്, ഇപ്പൊ ഇന്നലെ ഇന്നും എന്നോട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക പല ഭാഗത്തും, അല്ല നമ്മൾ കിണറ്റിലേക്ക് ഇങ്ങനെ വീഴാൻ നിൽക്കുക. നോക്കണേ, ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് തെളിവ് പറയാണ്. ഈ സദസ്സിലും അങ്ങനത്തെ ആളുണ്ടാവും, അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞുതരാ. ഇപ്പൊ ചോദിക്കുക ഓരോരുത്തര്, അല്ല നമ്മൾ കിണറിലേക്ക് പോകുമ്പോ മണ്ടിയരിയോന്ന് നമ്മൾ പറഞ്ഞാല് മനുഷ്യരെ മാത്രല്ലേ നമ്മൾ ഉദ്ദേശിക്കണേ? അതിൽ മനക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ കുഴപ്പാവൂലേ? നമ്മളിങ്ങനെ 2 വീലർമ പോവുക, അപ്പൊ നമ്മളെ കാലിങ്ങനെ കുടുങ്ങിപ്പോയി, അപ്പൊ നമുക്ക് ജിന്നിനെ വിളിക്കാവോ? എനിക്ക് നിങ്ങളോടൊരു ഹദീസ പറയാനുള്ളത്. ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല അവരോട്. ഞാൻ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ അറിയോ? ദൗനി മാ തറക്തുകും മിന്നമാ അഹ്ലകം മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫിഹിൻ അൻബിയാഇഹിം വഇദാ നഹൈതുകും മൻ ഷൈഇൻ ഫജ്തനിബു വഇദാ അമർതുകും ബിഅംരിൻ ഫഅതു ബിഹി മസ്തതഅതു. ദൗനി, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക. ഞാനും മൗനം ദീക്ഷിച്ചതും വിട്ടുകളഞ്ഞതുമായ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിട്ടുകളി. അധികരിച്ച ആവശ്യമില്ലാത്ത ചോദ്യം ഒരു ജനതയെ എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. വെറുതെ അങ്ങനെ ഓരോ ചോദ്യം ഉണ്ടാക്കി ചോദിക്കുക. അങ്ങനെ ഒരു സമൂഹം നശിച്ചിട്ടുണ്ട്. അമ്പിയാക്കളുടെ മേലുള്ള ഭിന്നത കൊണ്ടും നശിച്ചിട്ടുണ്ട്. നിങ്ങളും അതുകൊണ്ട് നശിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞറിയോ? ഞാനൊരു കാര്യം പറഞ്ഞ ഞങ്ങൾ ചോദ്യം ചെയ്യേണ്ട. അതേപോലെ ബാലുശ്ശേരി, അതുപോലെയാണോ കായക്കൊടി, അതുപോലെയാണോ സക്കരിയ സലായി? ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ എന്നാണോ ഈ ആദർശം പഠിക്കുന്നത് അതുവരെ ഞങ്ങൾ ഇത് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ചോദ്യം മറന്നിട്ടില്ലല്ലോ. നിന്റെ കൂടെ തന്നെ വരണത് ഒരു പരമ്പരയാണ്. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചാൽ ശിർക്കാണോ? കായക്കൊടി എഴുന്നേറ്റ് നിൽക്കുന്നു, ധൈര്യസമേതം അയാൾ പൊട്ടിക്കുന്നു. എന്താ പറയുന്നറിയോ? അത് ശിർക്ക് തന്നെയാണ്. ഇമാമിങ്ങളെയും മുഴുവൻ ആളുകളെയും ശിർക്കാക്കിയിട്ട് ഭിന്നിപ്പിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് മൂവാറ്റുപുഴയിൽ തന്ന മറുപടി ഒന്ന് കേട്ടോളൂ. തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹുവല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജനപ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാച് പിടിച്ചു അവിടെ പറഞ്ഞല്ലോ. വിജനപ്രദേശത്തായാലും ജിന്നിനോടായാലും മരത്തിനോടായാലും എന്തായാലും ശിർക്കാണ്. നമ്മൾ ചോദിച്ചു, ജബ്ബാർ മൗലവിനെ ഇടക്കൊന്ന് കാണിച്ചു കൊടുക്കും, ആ ഫോട്ടോ കാണിച്ചാൽ ജബ്ബാർ മൗലവിനെ കണ്ട് ബർക്കത്ത് കിട്ടാനുള്ള ആ സാധനം ഒന്ന് മനസ്സിലാക്കാൻ. ജബ്ബാർ മൗലവി കാണുന്നുണ്ടല്ലോ, ഇയാളാണ് ആദ്യമായി, ഇതും സക്കരിയ സലായിക്ക് ഒരേ ബാധക്കാരാണ്. സക്കരിയ സലായിന്റെ ഷെയ്ഖാണ് ഇയാൾ. ഇയാളില്ലാത്ത ഒറ്റ സംവാദവും കേരളത്തിൽ നടന്നിട്ടില്ല.
ഈ ജബ്ബാർ മൗലവി അവർ സ്വന്തം പത്രമായി ഇസ്ലാഹിൽ എഴുതി 2007 എന്താ എഴുതിയതെന്നറിയോ? വിജനപ്രദേശത്ത് നടന്നു പോകുമ്പോ സഹായം ആവശ്യമായി വിളിച്ചു എങ്കിൽ അത് ശിർക്കല്ല. കായക്കുടി എന്താ പറഞ്ഞു? ശിർക്കാണ്. ഇയാളെന്താ പറഞ്ഞു? ശിർക്കല്ല. ഇയാളോ കായക്കുടിന്റെ ഗ്രൂപ്പിന്റെ നേതാവ്, ജംഇയ്യത്തിന്റെ നേതാവ്. നമ്മൾ ചോദിച്ചു, അടുത്ത ചോദ്യം ഏത്? മൂവാറ്റുപുഴയിലെ രണ്ടാമത്തെ ചോദ്യം. അല്ല കായക്കുടി, നിങ്ങളെ നേതാവായ ജബ്ബാർ മൗലവിന്റെ പുസ്തകത്തിൽ പറയുന്നു ശിർക്കല്ല, ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? ആ ചോദ്യം കേട്ടു. ഏതായാലും ഇപ്പോൾ പറഞ്ഞെന്താ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ അല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിനില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്ര കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മളിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാം നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടി നിന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളാ ഇത് പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു അഭൗതികമായ തേട്ടം അതിലില്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുന്നു. ഇസ്ലാഹ് പറയുന്നു ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? മറുപടി പറയും. ഇതായിരുന്നു നമ്മുടെ അടുത്ത ചോദ്യം. എന്താ കായക്കുടിന്റെ മറുപടി എന്നറിയോ? ഒരു മടിയുമില്ലാതെ അയാൾ പറഞ്ഞു, അയാൾ പണ്ടേ മുശ്രിക്കായിരുന്നു. ജബ്ബാർ പണ്ടേ മുശ്രിക്കായിരുന്നത്രേ. അതിന് സെൻസിംഗ് പത്രത്തിന്റെ ഉദ്ധരണിയോട് കൂടെയാണ് അയാൾ പറഞ്ഞത്. പറഞ്ഞപ്പോ നമ്മളെ സദസ്സ് തക്ബീർ ചൊല്ലി. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ തക്ബീർ തൊഴിലാളികളെ? ഇന്നലെ കോടംപോയ വന്ന് നോക്കുമ്പോ മുജാഹിദികൾ ആ തക്ബീർ ചൊല്ല ആദ്യം തന്നെ ഒരുങ്ങി വന്നിനി. മാറ്റങ്ങളുണ്ട്, ശരിയാക്കി തരാ. ഇരിക്കട്ടെ. പണ്ടേ മുശ്രിക്കാന്ന് പറയുന്നത് കേട്ടോ, നമ്മൾ ആഘോഷിക്കുന്ന ഭാഗം. ഞങ്ങൾ പറയില്ലാന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്, നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായ് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ? അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. നല്ല മട്ടായി. ജബ്ബാർ മുശ്രിക്ക്. അതോടൊപ്പം സക്കരിയൊക്കെ പോയി അളാവാദത്തിലാ. സക്കരിയ സലായും കായക്കുടിയും ഒരുമിച്ചിരുന്ന് ഒരുപാട് കാലം നമുക്കെതിരെ പടപൊരുതിയില്ലേ? ഇനി കൊണ്ടുപോവാ സക്കരിയ. കായക്കൊടിയോട് പറഞ്ഞു, കായക്കൊടിക്കാരാ, ജബ്ബാർ മൗലവിയല്ലേ നമുക്ക് സംവാദത്തിന് നേതൃത്വം നൽകിയത്? ആ ജബ്ബാറിനെ മുശ്രിക്കാക്കിയില്ലേ നിങ്ങൾ? എന്ത് പണിയാ നിങ്ങൾ ചെയ്തത്? വാറ്റുപുഴയിൽ പോയിട്ട് ഉളുപ്പില്ലാതെ മുശ്രിക്കാക്കിയത് എന്തിനാ?
കണ്ടോ? മഞ്ചേരിയിലും കൊല്ലത്തും ഈ അടുത്ത് നടന്ന സക്കരിയ സ്വലായിയുടെ വിശദീകരണ യോഗത്തിൽ കേട്ടത് കായക്കൊടിക്കെതിരെ സക്കരിയ സ്വലായി ആഞ്ഞടിക്കുന്നു. അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയതാണല്ലോ ഇവർ പറയുന്ന നിർഭയത്വം നഷ്ടപ്പെടുത്തിയ വിഷയം. ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ കൂട്ടിയല്ലേ, അദ്ദേഹത്തെ ഗുരുനാഥനായി കൊണ്ട് നടന്നിട്ടല്ലേ ഈ മൂവാറ്റുപുഴ ഒഴികെയുള്ള മുഴുവൻ സംവാദങ്ങൾക്കും നിങ്ങൾ പോയത് അല്ലേ? അപ്പൊ എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ശരിയാണ് എന്ന് ന്യായീകരിച്ച് എനിക്ക് ആ നിർഭയത്വം നഷ്ടപ്പെടുക? പറയുന്നതിനും വേണ്ട ഒരു ന്യായ മനസ്സ് മൗലവി. ജബ്ബാർ മൗലവിക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് തെറ്റല്ല എന്ന് പറഞ്ഞ് എനിക്കാണോ നിർഭയത്വം നഷ്ടപ്പെടുക? ഇത് എഴുതിയ ജബ്ബാർ മൗലവിയെ കൂട്ടിയല്ലേ നിങ്ങൾ പോയത്? ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ് എന്ന് മൂവാറ്റുപുഴയിൽ പറഞ്ഞപ്പോ ഹൈസന് തിരിച്ചടിച്ചു. ആ മുശ്രിക്കിനെയും കൂട്ടിയല്ലേ നിങ്ങൾ ഞങ്ങളടുത്ത് സംവാദത്തിന് വന്ന് മറുപടി പറയാൻ സാധിച്ചോ നിങ്ങൾക്ക്? 2007 എഴുതിയിട്ടും അത് ശിർക്കാണെന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ പറയുന്നത്, 2012. എന്നിട്ട് അനീഫ് അവിടെ കളവൊപ്പിച്ചു. സെൻസിംഗ് മാസികയിൽ പറഞ്ഞിട്ടുണ്ട്, ആലുവ സംവാദത്തിൽ തന്നെ ഞങ്ങൾ ജിന്നുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലുവ സംവാദങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി ശിർക്കാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ടോ? സ്ഥാപിച്ചിട്ടില്ല. സെൻസിംഗ് എഴുതിയ ഒരു കളവ്, ആ കളവാണ് ഹനീഫ തെളിവാക്കിയത്. സെൻസിംഗിന്റെ കളവ് ഹനീഫയുടെ തെളിവ്. അതാ മൂവാറ്റുപുഴ സംവാദത്തിൽ ഉണ്ടായത്. അങ്ങനെ ഈ രൂപത്തിലുള്ള മാറ്റിമറിക്കലുകളും അതുപോലെ തന്നെ കോട്ടിമാട്ടലുകളും ഒക്കെ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യോജിച്ചതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ക്ലിപ്പ് തന്നെ വിശദീകരിക്കും. ഇത് കൊല്ലത്ത് പറഞ്ഞതാ, ഇനി മഞ്ചേരി പറഞ്ഞതെടുക്ക്. എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഇപ്പൊ തല്ലാര് തമ്മിലാ? സക്കരിയ സ്വലായും കായക്കൊടിയും തമ്മിൽ. കായക്കൊടിയുടെ വീക്ഷണം അനുസരിച്ച് സക്കരിയ സ്വലായി മുശ്രിക്കാണ്, ജബ്ബാർ മൗലവി മുശ്രിക്കാണ്. 2-3 ഗ്രൂപ്പുകളായി മാറുകയാണ്. കഴിഞ്ഞില്ല. ഇനി നമ്മൾ മൂവാറ്റുപുഴയിൽ പറഞ്ഞതിന്റെ ക്ലിപ്പിട്ടുകൊണ്ട് തന്നെ മിസ്റ്റർ സക്കരിയ സ്വലാഹി തുറന്നു പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടോളൂ. മുജാഹിദുകളെ ശരിക്കും ശ്രദ്ധിച്ചോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശവപ്പെട്ടിക്ക് ആണിയടിച്ചുകൊണ്ട് സക്കരിയ സ്വലാഹി നടത്തിയ പ്രസംഗം കേട്ടോളൂ. വസീലയാണ്. അപ്പോ പൊട്ട് യെസ് ഓർ നോ പോലെ മറുപടി പറയാൻ പറ്റിയ വിഷയമല്ല അത്. അപ്പൊ ഗൈബിയാണ്, ഗൈബിന് ജിന്ന് അഭൗതിക സൃഷ്ടിയാണ്. എന്താ അഭൗതിക സൃഷ്ടി പറഞ്ഞാ? ജിന്ന് ഭൗതികമായ മാറ്റർ കൊണ്ടല്ലേ ജിന്നിനുണ്ടാക്കിയത്? ജിന്നുണ്ടാക്കിയത് എന്തുകൊണ്ടാ? തീ കൊണ്ടാ. മലക്കിനുണ്ടാക്കിയതോ വെളിച്ചം കൊണ്ടാ. അത് രണ്ട് ഭൗതിക മാറ്ററാണ്. പിന്നെ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ എവിടെ? ഏതെങ്കിലും ലോകത്താ? നമ്മളുമായി ഇടപഴകിക്കൊണ്ട് ജീവിക്കുന്ന വിഭാഗ ജിന്ന് അല്ലേ? ബിസ്മി അല്ലാതെ വീട്ടിൽ കയറിയ ശൈത്താങ്ങളെ കൂടെ കയറും. ഭക്ഷണം ബിസ്മിയിൽ നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. കക്കൂസ് പ്രവേശിക്കുമ്പോ ഹുബുസും ഹബായിത്തും അവിടെ ഉണ്ട്. അഭൗതിക ജീവിയാണെങ്കിൽ അഭൗതിക ലോകത്തല്ലേ ഉണ്ടാകുക? ഭൗതിക ലോകത്തുണ്ടാകുമോ? അപ്പൊ ഭൗതികമായ മാറ്റർ കൊണ്ടുണ്ടാക്കിയതും ഭൗതിക ലോകത്ത് നമ്മോടൊപ്പം ജീവിക്കുന്നതുമാണ് അവര്. നമ്മളുമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്നവരാണ് അവര്. മനസ്സിലായില്ലേ? അപ്പൊ അത് കാര്യകാരണ ബന്ധത്തിന് അകത്താണത്, പുറത്തല്ല. ഇനി അടുത്ത ക്ലിപ്പ് അതാ. കാര്യകാരണ ബന്ധത്തിന് പുറത്താണ്. അള്ളാഹു ഈ ദുനിയാവിൽ പല കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത് അതിന് ചില കാരണങ്ങൾ വെച്ചിട്ടുണ്ടാവും. ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ കാര്യം സംഭവിക്കും. ദാഹം വന്നാൽ വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചാ ദാഹം മാറും. പേരോട് ഉസ്താദല്ലേ കേട്ടോ, സക്കരിയ സ്വലാഹി. കറക്റ്റ് പറയൂ. വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചാ ദാഹം മാറും. ഭക്ഷണം കഴിച്ചാ വിശപ്പ് മാറും. തീ കത്തിയാ കരിഞ്ഞു പോകും. ഇതാണ് പ്രപഞ്ചത്തിലെ രീതി. അപ്പൊ മലക്കുകൾ മുഖേന പല കാര്യങ്ങളും അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. മഴ പെയ്യിക്കൽ, മലക്ക് ആ ചെയ്യേണ്ട കാര്യം ചെയ്താൽ മഴ ഇവിടെ പെയ്യും. കാറ്റടിക്കൽ, മലക്കിൽ ചെയ്യാൻ ഏൽപ്പിച്ചാൽ ചെയ്താൽ ഇവിടെ കാറ്റടിക്കും. അപ്പൊ കാര്യകാരണ ബന്ധത്തിനകത്താണ്. കാര്യകാരണ ബന്ധത്തിന് പുറത്തുള്ളതും അഭൗതികം അല്ല മാത്രാണ്. ഇപ്പൊ പറഞ്ഞു എവിടെ എത്തിയോ? മലക്കുകളുടെ അഭൗതിക കഴിവിൽ വിശ്വസിച്ചാൽ ശിർക്കാവൂല അല്ലേ? മുജാഹിദുകൾ മുശ്രിക്കാണ് എന്ന് നൗഷാദ് ഹസനി പറയുന്ന രംഗണ്ടല്ലോ, ഒന്ന് കാണിച്ചു കൊടുക്കും. മൂവാറ്റുപുഴ ഈ വാദം എവിടെ എത്തി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല അനീഫ് മൗലവി, നിങ്ങൾ സെൻസിംഗ് എടുത്ത് വായിച്ചെന്താ? ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനെ കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനെ കൂട്ടിയിട്ടായിരുന്നോ നടത്തം? നിങ്ങളെ ജമിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിദുണ്ട് പറയണം ജനങ്ങളോട്. അപ്പൊ എന്തായി? അബ്ദുൽ ജബ്ബാർ മൗലവി വൈദ്യത് ശിർക്കാണെന്ന് പറഞ്ഞപ്പോ ഇതായി. ഇനി അടുത്ത് കേട്ടോളി. ഇമാം നവവിയെ സംബന്ധിച്ച് ചോദിക്കണോട്ടോളൂ.
തങ്ങൾ പറഞ്ഞത് ഞാൻ ഒരു ദിവസം ഒരു സംഘത്തിന്റെ കൂടെ പോവുകയായിരുന്നു. അതിൽ നിന്നൊരു വാഹനം നഷ്ടപ്പെട്ടു. വാഹനം എവിടെയെന്ന് കാണുന്നില്ല. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വാഹനം അവിടെ വന്നു നിന്നു. എന്നിട്ട് പറയാണ് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ അള്ളാന്റെ അടിമകളെ സഹായിക്കണേ എന്ന ഈ വാക്ക് അല്ലാത്ത ഒരു കാരണവും വാഹനം തിരിച്ചു കിട്ടിയതിന്റെ പിന്നിലില്ല. വളരെ കൃത്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? നബവി ഇമാം മുശ്രിക്കാണോ? നബി ഇമാമിനെ തള്ളിയാ നിങ്ങൾ? നിങ്ങൾക്ക് മാത്രം ഒരു പ്രമാണം തിരിയാ. നബി ഇമാമിന് തിരിയില്ല, ഷൗക്കാനിക്ക് തിരിയൂല, ഒരാണിക്കും തിരിയൂല. നിങ്ങൾക്ക് ആർക്ക്? നമ്മളെ കായക്കൊടിക്കും അപ്പുറത്ത് അനസുമോലി ലബനി കൂടി കുടിക്കോ? നിങ്ങളെ മുജാഹിദികൾ തന്നെ എഴുതിത്തള്ളും. ഈ സംവാദം മുജാഹിദികളാണ് കേൾക്കേണ്ടത്. അപ്പോ നബവി ഇമാമ് വാഹനമൃഗം നഷ്ടപ്പെട്ടപ്പോ അള്ളാന്റെ അടിമകളെ എന്റെ വാഹനമൃഗത്തെ പിടിച്ചു വെക്കണേ എന്ന് പറഞ്ഞു. യാ ഇബാദല്ലാഹ് വിളിച്ചാൽ ശിർക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ നബി ശിർക്ക് ചെയ്തു എന്നായില്ലേ? പണ്ട് നമ്മൾ കൊടുത്ത മറുപടി എന്താ? മുസ്ലിയാരെ അതിൽ പ്രാർത്ഥന ഇല്ലാതെ സങ്കടപ്പെടുന്നത് ഇമാമിങ്ങളെ മുശ്രിക്കാക്കിയിട്ടാ. മനസ്സിലായില്ല? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞാൽ മുശ്രിക്കാകും, കാഫിറാകുമെന്ന് പറഞ്ഞു കായക്കൊടി. അപ്പൊ നമ്മൾ ചോദിച്ചു, നബവി ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇമാം തുബ്രാനി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരൊക്കെ വലിയ വലിയ മഹാന്മാരല്ലേ, ഇവര് മുശ്രിക്കാണോ? ഇപ്പൊ സക്കരിയ സ്വലാഹി പറയാണ്, ഞമ്മക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം അതാണ്. ഇമാമിങ്ങളെ മുശ്രിക്കാക്കിയാതെ അംഗീകരിക്കാൻ ജനങ്ങളെ കിട്ടൂല. നമ്മളെക്കാൾ തൗഹീദ് നമ്മളെ പേരോസ്താദൊക്കെ എത്ര കാലം മുമ്പ് പറയുന്നു? എത്ര കാലങ്ങളായി ഞങ്ങൾ ഇത് പറയുന്നു? ഇമാമിങ്ങളെ സ്വീകരിക്കണം. ഇപ്പൊ ഇമാമിങ്ങളെ മുശ്രിക്കാക്കിയ കായക്കൊടിക്കെതിരെ സക്കരിയ സ്വലാഹി ഉറഞ്ഞു തുള്ളുകയാണ്. നബവി ഇമാമിനോടുള്ള ഒരു ഇഷ്ടം എന്താണെന്നറിയോ? സക്കരിയ സ്വലാഹി ഒന്ന് കേട്ടോ, കായക്കൊടിക്കെതിരെ പറയുന്നത് വീണ്ടും മൂവാറ്റുപുഴ സംവാദത്തിൽ ഈ തൗഹീദ് 2012 അഹ്സനികളെ മുമ്പിൽ പോയി. അവർ ചോദിച്ചു, ഇമാം നബവി മുശ്രിക്കാണോ? ഞങ്ങൾക്ക് മുശ്രിക്കാക്കുന്ന പണിയല്ല, പക്ഷെ ശിർക്ക് ചെയ്താലും ഞങ്ങൾ പറയും എന്ന് പറഞ്ഞ് വ്യംഗ്യമായി ഇമാം നബവിയിൽ ശിർക്ക് ആരോപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇമാം ഷൗക്കാനിയെ പറ്റി ചോദിച്ചു, തുഹ്ഫത്തുൽ ദാഖിലിലെ വാചകം ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് പോലും ശിർക്ക് ആരോപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ ആകെപ്പാടപ്പോ തൗഹീദ് തിരിഞ്ഞത് ഈ മൂന്നാൾക്കാ, അനീഫക്കും അനസനും അബ്ദുറഹ്മാൻ സലഫിക്കും. മറ്റുള്ളവരൊക്കെ അതിനിങ്ങനെ നിന്ന് കൊടുക്കുക, സംഘടനയെ രക്ഷപ്പെടുത്താൻ വന്നിട്ടുള്ള മിശിഹയാകുന്നു അബ്ദുറഹ്മാൻ സലഫീന. ഇപ്പൊ എന്താ പറഞ്ഞറിയോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കളിച്ച മുഴുവൻ കൃത്രിമങ്ങളും ന്യായീകരിക്കാനാണ് ഇപ്പൊ ഈ കളി കളിക്കുന്നത്. സംഘടന ശിർക്കിലേക്ക് പോകുമായിരുന്നു കേട്ടോ, അദ്ദേഹം ഇടപെട്ടിട്ട് തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തി. ഇനി അടുത്തത് കൂടി കേട്ടോളൂ. ഇവർക്ക് ഇമാമിങ്ങളോടുള്ള ഒരു സ്നേഹം, നബവി ഇമാം ശിർക്ക് ചെയ്തു എന്ന് കായക്കൊടി പറഞ്ഞപ്പോൾ സക്കരിയ സ്വലാഹി ആഞ്ഞടിക്കുന്നു. വെരി റെഡിക്ക് വരി. സക്കരിയ സ്വലാഹി നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രസംഗിക്ക്. ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, പ്രസംഗം ഒന്ന് ജോറായി നടക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇമാമിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്, ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടി പറയട്ടെ സക്കരിയ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഇമാമിങ്ങൾ പറഞ്ഞെടുത്ത് നിന്നോ. ഇപ്പൊ ഞമ്മക്ക് ഇങ്ങോട്ട് വേണ്ട അറിഞ്ഞരാ, ഇമാം പറഞ്ഞെടുത്ത് നിന്നോ. സക്കരിയ സ്വലാഹി പറയട്ടെ എന്താണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് എവിടെ എത്തിയെന്നറിയോ? ഇമാം നബവി ഇല്ലാത്ത സ്വർഗം അത് നരകമാണ് എന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ആ ഇതും പിടിച്ചു നിന്നോ. അപ്പൊ ഞങ്ങൾ സ്വർഗത്തിലാണെന്ന് മുസ്ലിയാരെ ഞങ്ങൾ സമ്മതിച്ചില്ലേ എന്ന് അനീഫ മൗലവി തിരിച്ചു പറയുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കും. അവിടെ ഒരു ആയത്തോതിയിട്ടുണ്ട്, ഹദീസ് വായിച്ചിട്ടുണ്ട്. ഒരു പുതിയ തെളിവ് വയസ്സനിമാർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇമാമിയങ്ങളെ കൂടെ നിൽക്കുന്നത് അവരാണെന്നും നമ്മൾ ഇമാമിയങ്ങളിൽ ശിർക്ക് ആരോപിക്കുന്നവരുമാണ് എന്ന തെറ്റായ ഒരു സന്ദേശം ഉണ്ടാക്കുവാൻ മൂവാറ്റുപുഴ സംവാദത്തിൽ സാധിച്ചു വന്നത് അത് ചെറിയ ദോഷമല്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിനെ തന്നെ കത്തിവെക്കുന്ന ഒരു കാര്യമാണ്. എത്ര കാലമായി ഇവർ അഹ്മദ് ബിൻ ഹംബലിന്റെ ഇസ്തിഗാസ, നബിയുടെ ഇസ്തിഗാസ എന്നൊക്കെ അപ്പൊ കത്തി വെച്ചു. ശരിക്കും തെളിവ് അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഉപരി കേട്ടിട്ടില്ല. അവിടെ എത്തുമ്പോ കണ്ണ് മഞ്ഞളിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? ഇനി നിങ്ങൾ കണ്ടോ, ഇനിയിപ്പം ഈ പറഞ്ഞല്ലോ ജിന്നിനോട് തേടിയ ശിർക്കാവും, വിജനപ്രദേശത്തെ വിളി ശിർക്കാവും. ആരാ ഈ ശിർക്ക എന്ന് പറഞ്ഞ ആള്? ഒന്ന് കായക്കൊടി. ശിർക്ക എന്ന് പറയുന്ന രണ്ടാമത്തെ ആളാരാ? അത് അനസ് മൗലവി. ശിർക്കല്ല എന്ന് പറയുന്നതോ സക്കരിയ സ്വലാഹി. പക്ഷെ ഒരു രസം കൂടി ഉണ്ട് കേട്ടോ അവിടെ. ഈ പറഞ്ഞ അനസും ഈ പറഞ്ഞ കായക്കൊടിയും
ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ സലഫി ഇവരൊക്കെ നേരത്തെ ഇത് ശിർക്കല്ല എന്ന് പറഞ്ഞവരാ. കുറച്ചു മുമ്പ് ഈ ജിന്നിവാദം തുടങ്ങിയപ്പോൾ ഇവരും പറഞ്ഞു ശിർക്കല്ല. പിന്നെ തൗഹീദ് 2012 സക്കരിയന്റെ ഭാഷയിൽ പറഞ്ഞ തൗഹീദ് നമ്മളുണ്ടല്ലോ ഈ സാഹിത്യോത്സവം 2012 എന്നൊക്കെ പറഞ്ഞ പോലെ തൗഹീദ് 2012. 2012 തൗഹീദിലാണ് ഇത്ര മാറ്റം വന്നത്. എന്നിട്ട് അനസ് കരയാണ്. അനസ് മൗലവി പൊട്ടി കരയാണ്. പഠിച്ചവനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരല്ലേ എന്താ ചെയ്യണ്ടെന്ന് അറിയങ്ങള് എല്ലാം ആ കരച്ചിൽ സക്കരിയ സുലൈനെ ഇട്ട് തരും. വല്ല തൗഹീദിന്റെ കോലങ്ങളൊന്ന് കണ്ടോളൂ. ആദ്യം സക്കരിയ വരട്ടെ, ക്ലിപ്പൊക്കെ ഇട്ടോളൂ. പറയും അതിന്റെ അപ്പുറത്ത് 514 അയാൾക്ക് പിന്നെ പറയട്ടെ അബ്ദുറഹ്മാൻ സലഫി. ശരിക്ക് ചിന്തിച്ചു. കരഞ്ഞതുകൊണ്ടൊന്നും തൗഹീദിലൊന്നും വരാൻ പോകുന്നില്ല. തീരോ അനസ് മൗലവി കരഞ്ഞാ തീരുന്ന പ്രശ്നമല്ല ഇത് കേട്ടോ. അനസ് മൗലവി കരയുന്നോട്ടോളി. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. അപ്പോ മൂപ്പര് പറയാണ് ഞങ്ങൾ ഇതാ മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ പിന്നെ അതിലും ഒരു ചതി. എന്ത്? ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല. എന്നാ പിന്നെ എന്തിനാ തൗബ ചെയ്യണേ? പിന്നെ തൗബ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ തൗബയിലും ചതി. എന്തൊരു കഷ്ടം. അപ്പൊ അബ്ബാർ മൗലവി പറഞ്ഞ ശിർക്ക് തന്നെയാണ് എന്നെ പോലെ മനസ്സിലുള്ളത്. എന്നിട്ടും ശിർക്കല്ല, തെറ്റല്ല. എവിടെയതിൽ ശിർക്ക്? അമ്പലക്കളവിനോട്. എവിടെയതിൽ ശിർക്ക്? അലിമദിനോട്. മനസ്സിലെന്താ? ശിർക്കാണ് എന്നാ. പിന്നെ എന്തിനാ തൗബ ചെയ്യണേ? നിങ്ങൾ കാപട്യം കാണിച്ചാവും തൗബ ചെയ്യണേ അല്ലേ? ഇങ്ങനെ ഉണ്ട് ഒരു മനുഷ്യൻ അതപ്പതിക്കല്. ഇത് നിങ്ങൾ തൗബ ചെയ്താ തീരുവോ? നമ്മളെല്ലാരും പറഞ്ഞല്ലേ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ സലഫി പണ്ഡിതന്മാരും തൗബ ചെയ്യാൻ പറ്റുമോ? തൗബ ചെയ്യലേ തെറ്റ് ബോധ്യപ്പെട്ടോല. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തൗബ ചെയ്യാനും പോണില്ല. ഇനി കാണിച്ചു കൊടുക്കും മൂപ്പര് വീണ്ടും പറയട്ടെ. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനു. നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനു, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹു പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹു പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് പ്രശ്നമാണത്. കാരണം ഞങ്ങൾ തൗഹീദും ഞങ്ങൾ കളിക്കണേ. നിങ്ങൾക്ക് പ്രതിയാകാ, വാദിയാകാ, ജഡ്ജിയാകാ, നിങ്ങൾ പല കോലവും കിട്ടും. അതൊക്കെ നിങ്ങളെ താല്പര്യ. അപ്പോ സ്വലാത്ത് നഗറിൽ തൗബയില്ലേ കുഴപ്പമുള്ളൂ, മറ്റോടത്ത് തൗബയിൽ കുഴപ്പമില്ല. എന്തിനായി തൗബ? തൗഹീദ് തെറ്റിയതിന്. അതിന് ചെല്ലേണ്ടത് ഷഹാദത്ത് കലിമല്ലേ? എവിടുന്ന സക്കരിയക്ക് പറയണം. സക്കരിയന് ശേഷം പറയുന്നുണ്ട് എനിക്കാണ് ഈ കരയാനും അറിഞ്ഞൂടാ. വല്ലാത്ത ഒരു കഷ്ടായി പോയിട്ട് കാര്യം. ഒരാൾക്ക് കരയാനെങ്കിൽ ഇയാൾക്ക് അതും അറിയില്ല. നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്
അനസ് പോയി കരഞ്ഞതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മാറുമോ? നമ്മളെല്ലാവരും പോയി ഇപ്പൊ കരയണമെന്നാ പറയണത്. പറ്റുമോ? എനിക്കാണെങ്കിൽ അങ്ങനെ അഭിനയിച്ചോണ്ട് കരയാനും അറിഞ്ഞൂടാ. ഞാനുള്ള പ്രശ്നം പദ സക്കരിയ സലാഹി കരയണില്ല, അബ്ദുറഹ്മാൻ സലഫി കരയണ്, ഹനീഫ കരയണ്, അനസ് കരയണ്. എന്തിനാ കരയുന്നത്? ആ കരച്ചിലിൽ തന്നെ തട്ടിപ്പ് കണ്ടോങ്ങള്. ഞങ്ങൾ ആ വിശ്വാസം മനസ്സിൽ പേറിയിട്ടില്ല, ഒരു കാലത്തും പേറിയിട്ടില്ല. അപ്പൊ ന്യായീകരിക്കുമ്പോഴും മനസ്സിൽ എന്താണുള്ളത്? എങ്ങനെ അത് സാധിക്കാം? മനസ്സിൽ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്ന് പറയും ചെയ്യും. എന്തൊരു കാപട്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ കാപട്യം നമുക്ക് ശീലിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ കുറ്റം. ഏതായാലും ഒക്കെ കണക്കാം. ഇതാണ് അവസ്ഥ. ഇനി നിങ്ങൾ ഇവര് തമ്മിൽ ഫൈറ്റിംഗ് എന്ന് തുടങ്ങി കേട്ടോ. ഇനി കായക്കൊടിയും ഹനീഫയും സക്കരിയവും കൊമ്പ് കോർക്കാൻ തന്നെ പോവുകയാണ്. കാണിച്ചു തരാം. കായക്കൊടിയുടെ പരാതി എന്താണെന്നറിയോ? എന്തിനാ നിങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തു എന്ന് പറഞ്ഞത്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഴി അറിയാതെ ഒരു സമയത്ത് വിട്ടുപോയി. നമ്മക്കത് മനസ്സിലാക്കുന്നത് അറിയോ? നമ്മൾ ഈ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ കാറും ബസ്സിലുമായിട്ടാ. പണ്ട് നടത്തൊക്കെ ഒട്ടകവും കുതിരൊക്കെയാണ്. വിജനമായ മരുഭൂമിയിൽ വഴി അറിയാതെയായി. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിളിച്ചു, യാ ഇബാദല്ലാഹി ഐനൂനി. ഇങ്ങനെയുള്ള തെളിവുകൾ കായക്കൊടി ചോദിച്ച്, എന്തിനാ അത് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്? ജനങ്ങൾ വിചാരിക്കുന്നതൊക്കെ ശരിയാണ്. സക്കരിയ സലായിനെ ഉപദേശിച്ചു. സക്കരിയ സലായിനെ മറുപടി ഒന്ന് കേട്ടോളൂ. അയാളെ ചോദ്യം രണ്ടും കൂടി. സക്കരിയ സലായിനെ ചെയ്താണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് കേൾപ്പിച്ചു. ഇത് അനുവദനീയമാണ് എന്ന് പ്രമാണങ്ങളില്ലാതെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുടെ തെളിവുകൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഇത് ശിർക്കാണെന്ന് പറയാനോ, വസീലത്തിനിലെ ശിർക്കാണെന്ന് പറയാനോ, ചെയ്യാമെന്ന് പറയാനോ, ചെയ്യരുതെന്ന് പറയാനോ? എന്തിനാ ജായിസാന്നുള്ള ഫത്വ കൊണ്ടുവന്നത്? ചെയ്യരുതെന്ന് പറയാൻ, ശിർക്കല്ല എന്ന് പറയാൻ. അതിനാണ്. എന്തിനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തു എന്ന് പറയുന്നത്? എന്തിനാണ് അബ്ദുല്ലാഹ് ബിൻ മുബാറക് സനദ് ചോദിച്ചിട്ടേ ഉള്ളൂ ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? നിങ്ങളത് ശിർക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ ഇമാം അഹ്മദിന് തൗഹീദ് തിരിഞ്ഞില്ല എന്ന് വരും. അതിനെന്നെ കൊണ്ടുവന്നത് ചെയ്യാമെന്ന് പറയാനാണോ, ചെയ്യരുതെന്ന് പറയാനാണോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന ഒരു ചിന്തയുണ്ടായാൽ, ഇമാം നവവി ചെയ്തെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്താൽ എന്തുകൊണ്ട് എന്ന ചിന്തയുണ്ടായാൽ, ഏറ്റവും ചുരുങ്ങിയത് ഈ തൗഹീദ് അംഗീകരിച്ച സമൂഹത്തിൽ ജീവിക്കുകയും ഈ തൗഹീദിന് വേണ്ടി ത്യാഗം സഹിച്ച പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം മനസ്സിലാക്കി തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്ത പാവപ്പെട്ട മുജാഹിദുകളെ വസീലത്തുൽ ശിർക്കിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? അത് പറയുന്നവരല്ലേ വസീലത്തുൽ ശിർക്ക്. അഹ്മദ് നമ്പർ വസീലത്തുൽ ശിർക്ക് എന്നാണോ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്? യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ഇതാണ് ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാക്കല്. ഇമാം അഹ്മദ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞ എന്തിനാ? ഇമാം അഹ്മദ് ചെയ്തു നമ്മൾ പറഞ്ഞല്ല, ഇമാം അഹ്മദ് ചെയ്തില്ലേ, അപ്പൊ മരിച്ചവരെ വിളിക്കാൻ തെളിവല്ലേ എന്ന് അപ്പുറത്തുനിന്ന് പറഞ്ഞതാ. ആര് പറഞ്ഞു? മുസ്ലിയാക്കന്മാര് പറയാണ്, മണ്ണാർക്കാട് പറഞ്ഞു. ഞങ്ങൾ പഠിപ്പിച്ചു നിങ്ങളെ. ഇപ്പൊ നിങ്ങൾ നമ്മൾ തല്ലായി. ഇപ്പോൾ ഞങ്ങൾ കണ്ടാസ്വദിക്കുകയാണ്. അനുയായികളെ മാറിപ്പോന്ന് അവിടെ തല്ല, അവിടെ തീരുമാനമായിട്ടില്ല. ഇനി നെക്സ്റ്റ് എടുക്ക്. ഏതൊക്കെ ഇമാമിയങ്ങൾ ചെയ്തു എന്നല്ലേ ഞാൻ പറയുന്നില്ല. സക്കരിയ സലാഹി കറക്റ്റ് ആയിട്ട് പറയുന്നു കേട്ടോ. ഏത് വിജനപ്രദേശത്ത് നിന്ന് വഴിയറിയാതെയായപ്പോൾ മഹാന്മാരായ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം, അല്ലാഹനല്ല അടിമകളെ സഹായിക്കണം എന്ന് വിളിച്ചു പറഞ്ഞ ഇമാമിയങ്ങൾ ഒന്നല്ല രണ്ടല്ല. സക്കരിയ സലാഹി അതിന്റെ പട്ടിക നിരത്തുന്നുണ്ട്. ഇപ്പൊ ഞമ്മക്കൊരു പണിയില്ല, ഇവര് പറഞ്ഞോളൊക്കെ അള്ളാനെ മാത്രം വിളിക്കണമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? ഈ കേരളത്തിൽ നിങ്ങൾ പ്രസംഗിച്ചില്ലേ? അള്ളാഹു നിങ്ങൾക്ക് തന്ന ശിക്ഷയാ. പറയൂ സക്കരിയ സലാഹി, ഞങ്ങളെ തെളിവുകളാണ് പറഞ്ഞു. അതാണ് ഇബ്നു സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൃഗം ചാടിപ്പോയാൽ, നിങ്ങളെ വാഹന മൃഗം നിങ്ങൾക്ക് മരുഭൂമി നിങ്ങളെ കൈവിട്ട് ചാടിപ്പോയാൽ യാ ഇബാദല്ലാഹി യഹ്ബിസു, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ തടഞ്ഞു വെക്കൂ എന്ന് വിളിച്ചു പറയാൻ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടും ദുർബലമാണ്. പക്ഷേ ഇബ്നു സുന്നി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈല എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി 458 5-ാം നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാബി എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്.
അപ്പൊ അതിലൊരു ശിർക്കില്ല. നബി പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ വിളിയിൽ എന്തില്ല, ഒരു പ്രാർത്ഥന ഇല്ല. അതുകൊണ്ട് സാലിഹീകളായ ആളുകൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ സഹീഹാണെന്ന വിചാരത്തിലോ അല്ലെങ്കിൽ അത്ര വലിയ ദഈഫില്ല, അത് അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലപാട് കൊണ്ടോ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. ഇതുപോലെ തന്നെ ഇബ്നു മുഫ്ലിഹുൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യ എന്ന ഗ്രന്ഥത്തിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കലിമുത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇബ്നു മാലിക്കി പണ്ഡിതനായ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലിൽ, അതുപോലെ തന്നെ അല്ലാമ അഹ്മദ് ബിൻ ഖുനൈം അൽ അസ്ഹരി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ അൽ ഫവാക്കിഹുദ് ദവാനി അലാ റിസാലത്ത് ഇബ്നു അബി സയ്യിദ് അൽ ഖൈർവാനി എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിലും അതുപോലെ തന്നെ അൽ ഇലാഹിലും, അതുപോലെ സുബുലുസ് സലാമിന്റെ കർത്താവായ സ്വൻആനി അദ്ദേഹത്തിന്റെ മൻസക് ഫി ഹദിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ എന്ന ഗ്രന്ഥത്തിലും, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാഖിരീൻ എന്ന ഗ്രന്ഥത്തിലും, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. രണ്ട് നിലക്കാണ്. ഒന്നത് സ്വഹീഹാണ് എന്ന നിലക്ക്, ഇനി ലഈഫ് ആണെങ്കിലും അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലക്ക്. ഞാൻ പറയുന്നത് അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJU-വിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ ഭരണോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ആ ഉറപ്പിൽ നിങ്ങൾ നിന്നാ മതി. നാളെ ങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇസ്തിയാദ ചെയ്യിപ്പിച്ചു തരാം. അത് വിടരുത്, ആ ആശയം വിടരുത്. ഇമാമിങ്ങൾ പറഞ്ഞിടത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇർത്തക്കബത്ത് തന്നെ ചലിപ്പിച്ചു പൗതി ശരിയായി. ഇനി അടുത്ത് കേട്ടോ, ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞ, ഇബ്നു തൈമിയ്യയും പറഞ്ഞല്ലോ വഴി അറിയാതെ പെട്ടുപോയ എങ്ങനെ വിളിക്കണം. അപ്പൊ അയാളും മുശ്രിക്കാവല്ലോ കായക്കൊടിനനുസരിച്ച്. മൂവർ സംഘം എന്ന് പറഞ്ഞാൽ പറയോ, അബ്ദുറഹ്മാൻ സലഫി, കായക്കൊടി ഹനീഫ്, അനസ് മൗലവി, ഇതാ മൂവർ സംഘം. ആ പതിരീങ്ങളൊന്നല്ലേ പറയട്ടെ, അതല്ലേ മൂപ്പര പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ആരെങ്കിലും ഒരാൾ പുതിയത് കൊണ്ടെന്നല്ല, പണ്ടേയുള്ള നമ്മുടെ ഒരു നിലപാടാണിത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അൽ കലിമുത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ ഇദം ഫലത്തത് ദാബത്തു ഹദിക്കും മൃഗം ചാടിപ്പോയാലുള്ള അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം ഇബ്നുൽ ഖയ്യിം അൽ വാബിലുസ് സയ്യിബിന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ചവരും തൗഹീദ് മനസ്സിലാക്കിയവരുമാണെന്നാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത്. അവർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുമായി ചില മസലകളിൽ തർക്കമുള്ളത് പോലെയല്ല ഇത് അടിസ്ഥാനപരമായ വിഷയമാണ്. ഒരു കാര്യം ഹറാമാണോ ഹലാലാണോ എന്ന് രണ്ട് പണ്ഡിതന്മാർ തമ്മിൽ തർക്കമുണ്ടായാൽ ഹറാമ് എന്ന് പറഞ്ഞോലും ഹലാൽ പറഞ്ഞോളൂ ഇസ്ലാമിനുള്ളില. ഒന്ന് ശിർക്കും ഒന്ന് തൗഹീദും എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്താ. അങ്ങനത്തെ കാര്യം അത് വളരെ ഗൗരവമുള്ള വിഷയം, നമ്മൾ മനസ്സിലാക്കണം. ഒക്കെ ശരിയാവും മക്കളെ, ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ. ഇത് തൗഹീദ് അചഞ്ചലമാണെന്ന് നിങ്ങളെ ക്യാമ്പയിൻ കേരളത്തിൽ കഴിയുന്നതോടെ ഈമാനുള്ള ഒരൊറ്റാളും വഹാബിയിൽ ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.